ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ സച്ചിയുടെ അടുത്ത് നമ്മുടെ രേവതിയെ വീണ്ടും എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, നിന്റെ അനിയനോട് മര്യാദയ്ക്ക് ഇരുന്നോളം പറ, അവൻ എന്റെ തല്ലി ഇറന്ന് മേടിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ രേവതി ചോദിക്കുന്നേ, നിങ്ങൾ അവനെ വീണ്ടും തല്ലിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ടോ, അവന്റെ സ്വഭാവത്തിന് ഞാൻ ഇനി അവനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതിക്ക് കാര്യം മനസ്സിലായി. നമ്മുടെ ശരത്തിന്റെ ഭാഗത്ത് നിന്നും കാര്യമായിട്ടുള്ള എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ രേവതി ഇങ്ങനെ ആകപ്പാടെ ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്താണെങ്കിലും നമ്മുടെ ശ്രുതി നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, ഞാൻ അപ്പൊ ചെയ്തിരുന്ന ജോലിയും എന്റെ കയ്യിൽ നിന്നും പോയമ്മേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്രമതി, എടാ നീ മനുഷ്യനെ നാറ്റിച്ച് അടങ്ങൂ എന്നൊക്കെ പറഞ്ഞ് കുറെ തലക്കിട്ടൊക്കെ കൊട്ടുന്നുണ്ട് കേട്ടോ. അതിന് പിന്നാലെ നമ്മുടെ ശ്രുതി നമ്മുടെ അച്ഛന്റെ മുറിയിൽ കയറിയിട്ട് അച്ഛന്റെ ബാഗിൽ നിന്നും ആ ഒരു പണം അടിച്ചു മാറ്റുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് ആരും അറിയാത്ത പോലെ പുറത്തേക്ക് പോകാട്ടോ. അപ്പത്തേക്ക് നമ്മുടെ രവീന്ദ്രനും ചന്ദ്രമതി അവിടെ ഹാളിൽ നിൽപ്പുണ്ടാവും. എന്നിട്ട് രവീന്ദ്രൻ നമ്മുടെ ശ്രുതിയെ ഇങ്ങനെ വിളിച്ചു നിർത്തുന്നുണ്ട്, എടാ അവിടെ നിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? കള്ളനെ കൈയോടെ കൂടുന്ന രംഗങ്ങൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.